മരിച്ച ആളുടെ പേര് എത്രമാത്രം വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. മരിച്ച ആളുടെ പേര് രാമൻ എന്നാണ്. രാം നാരായൺ ഭയർ എന്നാണ് മരിച്ച ആളുടെ പേര്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു രാമനാണ് കൊല്ലപ്പെട്ടത്. അത് ഗാന്ധിയുടെ രാമനാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ട് തീർച്ചയായും വെറുപ്പ് ഒരു വിഷയമാണ് പല തലങ്ങളിൽ. നേരത്തെ മധുവിന്റെ അട്ടപ്പാടിയിലെ മധുവിന്റെ കാര്യം പറയുകയുണ്ടായി. മധുവിന് ആദ്യമായി സഹായം എത്തിച്ചത് ഞാനാണ്. 1.5 ലക്ഷം രൂപ മധുവിന്റെ വീട്ടിൽ കൊടുത്തിരുന്നു. എന്റെ കാശല്ല, വീരേന്ദ്ര സേവാഗ് തന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അതുവരെ പോയി കൊടുത്തു. നമ്മുടെ സമൂഹത്തിൽ പല തട്ടുകളിൽ വെറുപ്പുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുറന്നു തന്നെ സംസാരിക്കണം. ഈ മറച്ചു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമോഫോബിയയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന വെറുപ്പ്. ഒരുപാട് കാലമായി പല തലങ്ങളിലുണ്ട്. എന്നാൽ ഇന്ന് പ്രകടമായി അതുണ്ട്. അതിന്റെ യൂഫമിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പഞ്ചസാര പുരട്ടിയ വേർഷൻസ് മാത്രമാണ് ബംഗ്ലാദേശി, മറ്റുള്ളവൻ, അവർ നമ്മളെ ഇതാക്കുന്നു, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല, മലപ്പുറത്ത് ആഹാരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വളഞ്ഞും തലഞ്ഞും കെട്ടി മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കാൻ, പൊളിറ്റിക്സ് ഓഫ് അതറൈസേഷൻ എന്നുള്ളതാണ്. ഇനി അതിന്റെ ഒരു സൊല്യൂഷൻ കൂടെ പറയാം. ആ സൊല്യൂഷൻ നമ്മുടെ സഖാവ് ശശി അദ്ദേഹം പറഞ്ഞതല്ല. ആ സൊല്യൂഷൻ ഓഗസ്റ്റ് 15 1947 മഹാത്മാഗാന്ധിയെ ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരാളായ ജ്യോതി ബസുവും PC ജോഷിയും ഒക്കെ ചെന്ന് കാണുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് 15 1947 രാവിലെ സമയം. അങ്ങ് ചെക്ക് ചെയ്യണം, വായിച്ചിരിക്കേണ്ട കാര്യമാണ്. മഹാത്മാഗാന്ധി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സോഷ്യലിസ്റ്റ് ആണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷേ നമ്മൾ രണ്ടുപേരും ഹിന്ദു മുസ്ലിം ഐക്യം, കമ്മ്യൂണൽ ഹാർമണി, സാമുദായിക സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ എന്നും നോക്കണം. സഖാവ് ശശി അടക്കമുള്ളവർ പറയുന്ന ആംഗിളിന്റെ പ്രശ്നം എന്താ അറിയാമോ? അദ്ദേഹം പലതവണയായി പറഞ്ഞു, നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണ്. നമ്മളെല്ലാം ഒന്നല്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ്. ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം, കോൺഗ്രസിലെ ചില ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം, നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണെന്ന് പറയും. അത് വെറും ഒരു ഡയലോഗാണ്. നമ്മളെല്ലാം ഒന്നല്ല, പകരം നമ്മളെല്ലാം ഒന്നിച്ചാണ്. ആ ഒന്നിച്ചാണെന്ന് പറയുന്നതാണ് ബഹുസ്വരത, ഐക്യം, സ്നേഹത്തിന്റെ പാലം. മറ്റേത് ഏകശിലാത്മകത. നമ്മുടെ BJP സുഹൃത്തുക്കൾ യൂണിഫോം സിവിൽ കോഡ് പറയുന്ന ഏകശിലാത്മകതയുടെ മറ്റൊരു ആർഗ്യുമെന്റ് മാത്രമാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ചാണെന്നുള്ള തിരിച്ചറിവും സ്കൂൾ തലങ്ങളിൽ തൊട്ട് സൗഹാർദ്ദവും സാഹോദര്യവും ബാലൻസും കൊണ്ടുവരേണ്ട ആവശ്യവും ഏറ്റവും കൂടുതലാണ്. ഇനി ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് അവർ ലിഞ്ചിങ്ങിനെ കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ, അമേരിക്കയിലാണ് പഠനം, സോഷ്യൽ സ്ട്രക്ചറും റേഷ്യൽ സ്ട്രക്ചറും, അതായത് ആൾക്കൂട്ട കൊലപാതകവും ഇതേപോലെ തല്ലിക്കൊന്നതിന്റെയും പിന്നിൽ സാമൂഹിക, അവിടെ വംശീയം, ഇവിടെ ജാതിപരം അല്ലെങ്കിൽ മതപരം ആയിട്ടുള്ള സാമുദായികമായ കാരണങ്ങളാണ് അതിന്റെ അടിസ്ഥാനമെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയുടെ പഠനം. അപ്പൊ ശ്രീ നിഷാദിന്റെ സോള് കറക്റ്റാണ്, അങ്ങയുടെ ആത്മാവ് പോയിന്റ് കറക്റ്റാണ്. നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദം, ഐക്യം, യോജിപ്പ്, വെറുപ്പില്ലായ്മ ഉണ്ടാകണം. അത് RSSനോട് വെറുപ്പുണ്ടാക്കിക്കൊണ്ടല്ല. ഒരു വെറുപ്പിനെ മറ്റൊരു വെറുപ്പ് കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റില്ല. RSSകാരെയും പറഞ്ഞ് നന്നാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഗുരുജി ഗോൾവൽക്കറിനോട് ഗാന്ധിജി അങ്ങോട്ടാണ് പറയുന്നത്, എനിക്ക് സംഘത്തിൽ വന്ന് സംസാരിക്കണം. എന്നിട്ട് അവിടെ പോയി പറയുന്നുണ്ട്, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, നല്ല കാര്യങ്ങളാണ്, പക്ഷെ